ഹൃദ്രോഗ ചികിത്സയിൽ അത്യാധുനികമായ IVS സംവിധാനം കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉത്തര കേരളത്തിൽ ആദ്യമായാണ് ഈ സംവിധാനം സ്ഥാപിക്കുന്നതെന്ന് ആശുപത്രി അധികൃതർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അത്യാധുനിക ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നതെന്നും ഡോക്ടർമാർ അറിയിച്ചു. അത്യാധുനിക സംവിധാനത്തിലൂടെ കൂടുതൽ കൃത്യതയോടെയും കാര്യക്ഷമതയോടെയും രോഗനിർണയവും ചികിത്സയും നൽകാനും രോഗികൾക്ക് മികച്ച ചികിത്സാഫലങ്ങൾ നൽകാനും കഴിയും. ഹൃദയധമനികളുടെ അകത്തെ ഭാഗം, ധമനിയുടെ രൂപം, പ്ലേക്ക് എന്നിവയെക്കുറിച്ചുമുള്ള വിശദമായ ചിത്രങ്ങൾ ഈ സംവിധാനം നൽകുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. ഇതിൽ ഈ അൾട്രാസൗണ്ട് തന്നെ ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ അതിൽ തന്നെ ഒരുപാട് അപ്ഗ്രേഡേഷൻസ് വരും, റിനോവേഷൻസ് വരും. അപ്പോൾ അങ്ങനെ വന്ന ഒരു പുതിയ സംവിധാനമാണ് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം. അതിൽ നമുക്കിപ്പോൾ നമ്മൾ രക്തക്കുഴലിലൂടെ ഒരു ക്യാമറ കത്തീറ്റർ കടത്തി രക്തക്കുഴലിൻ്റെ സൈസും അതിലുള്ള കാൽഷ്യവും അതിൻ്റെ ഘടനയെല്ലാം മനസ്സിലാക്കി അത് മുമ്പൊക്കെ നമ്മൾ ഒരു ഫുൾ ബാക്ക് വലിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ പുതിയ AI ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം കൊണ്ട് നമുക്ക് അതിൻ്റെ ആ ഓരോ പോയിന്റിലുള്ള വെസലിൻ്റെയും ഡയമീറ്ററും അതിൻ്റെ ഈ കാൽഷ്യത്തിൻ്റെയും മറ്റുള്ള തിക്നെസ്സും ടോട്ടൽ ലീഷൻ ലെങ്ത്തും എത്ര ലെങ്ത്തുള്ള സ്റ്റെൻറ്റ് വെക്കണം, എത്ര ഡയമീറ്റർ സ്റ്റെൻറ്റ് വെക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഒറ്റ ഫുൾ ബാക്കിൽ എല്ലാം കൂടെ നമ്മൾ അത് കാണിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രൊസീജിയർ കുറച്ചുകൂടെ എളുപ്പമായി ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചുകൂടെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഇതിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം. ധമനികളുടെ ഏറ്റവും ചെറിയ ഭാഗം മുതൽ പ്ലേക്കിൻ്റെ അളവ് വരെ കൃത്യമായി നിർണ്ണയിക്കുന്നു. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന പ്രധാന ധമനിയുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഈ സംവിധാനം വളരെ ഉപയോഗപ്രദമാണ്. ക്രോണിക് ടോട്ടൽ ഒക്ലൂഷൻ, ദീർഘകാലമായി തടസ്സപ്പെട്ട ധമനികളുടെ ചികിത്സയ്ക്കും ഈ സംവിധാനം വളരെ സഹായകമാണെന്നും ഡോക്ടർമാർ അറിയിച്ചു. അപ്പോൾ ഇതുകൊണ്ടുള്ള എക്സ്ട്രാ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ സാധാരണ ആൻജിയോഗ്രാം ബേസ്ഡ് ചെയ്യുന്നതിനേക്കാൾ ഇങ്ങനത്തെ ഇമേജിംഗ് വെച്ച് ചെയ്യുമ്പോൾ 32 തൊട്ട് 37% വരെ പ്രൊസീജിയറൽ ഔട്ട്കം ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് സ്റ്റഡീസ്, അതായത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, പ്രൊസീജിയറിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും വന്നാൽ അത് കൃത്യമായി എന്തുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അറിയണമെങ്കിലും ഈ തരത്തിലുള്ള ഇൻട്രാവാസ്കുലർ ഇമേജിംഗ് ആവശ്യമായി വരും. പിന്നെ സാർ ഞാൻ സൂചിപ്പിച്ചതുപോലെ കിഡ്നിക്ക് അസുഖമുള്ള ആൾക്കാർക്ക് കോൺട്രാസ്റ്റ്, അതായത് ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ കോൺട്രാസ്റ്റ് ഉപയോഗിക്കുന്നത് ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ സീറോ കോൺട്രാസ്റ്റ്, അതായത് കോൺട്രാസ്റ്റ് ഇല്ലാതെയുള്ള ആൻജിയോപ്ലാസ്റ്റികൾ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതിന് ഒരു വലിയ പരിധി വരെ ഇങ്ങനത്തെ ഇൻട്രാവാസ്കുലർ ഇമേജിംഗ്, എസ്പെഷ്യലി ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓട്ടോമേറ്റഡ് ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് സിസ്റ്റം വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഡോക്ടർ രവീന്ദ്രൻ, ഡോക്ടർ സന്ദീപ്, ഡോക്ടർ കൃഷ്ണകുമാർ, ഡോക്ടർ ടോം ജോസ് കാക്കനാട്ട്, ദിൽന രാഹുൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.